ഇടതുമുന്നണിയിൽ ആശയക്കുഴപ്പം തുടരുന്ന തിരുവനന്തപുരം ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങളുണ്ട്. ഒന്ന് തിരുവനന്തപുരവും മറ്റൊന്ന് കോവളവുമാണ്. ഈ സീറ്റുകളിൽ ഇന്ന് തന്നെ ധാരണയുണ്ടാക്കാനാണ് നീക്കം. അതിൽ ആന്റണി രാജുവിന് മത്സരിക്കാനാവില്ലെന്ന് ഇന്നലത്തെ കോടതി വിധിയോടുകൂടി തന്നെ ഒന്നുകൂടി വ്യക്തമായി. ഇതോടെ പകരം സ്ഥാനാർത്ഥിയെ ജനാധിപത്യ കേരള കോൺഗ്രസ് പ്രഖ്യാപിക്കും. നേരത്തെ CPM ഈ സീറ്റ് ഏറ്റെടുക്കുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും ആ ആലോചനയിലേക്ക് കടക്കുന്നില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം കോവളം സീറ്റിൽ ഭഗത് റൂഫസ് തന്നെ സ്ഥാനാർത്ഥിയായി വരാനാണ് സാധ്യത. അത് സംബന്ധിച്ച് ധാരണ ഉണ്ടായിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. വി അരുൺ ചേരുന്നുണ്ട്. അതെ, നമുക്ക് അരുണിലേക്ക് വരാം. എന്തായാലും ഈ രണ്ട് മണ്ഡലങ്ങളിലും പ്രധാനമായും തർക്കം നിലനിൽക്കുന്ന ഇടങ്ങളിലാണിപ്പോൾ വ്യക്തത ഉണ്ടാക്കുന്നത്. ഇന്ന് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. നേരത്തെ ഒരു പൊതു സ്വതന്ത്രനെ തിരുവനന്തപുരം മണ്ഡലത്തിൽ അതിൻ്റെ പ്രത്യേക സ്വഭാവം കണക്കിലെടുത്തുകൊണ്ട് കൊണ്ടുവരണം എന്നൊരു ആലോചനയുണ്ടായിരുന്നു. ആന്റണി രാജു ഇല്ലെങ്കിൽ അങ്ങനെയെങ്കിൽ ആ നീക്കത്തിന് ജനാധിപത്യ കേരള കോൺഗ്രസ് തയ്യാറാകുമോ? എന്തായാലും CPMൻ്റെ താല്പര്യം കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം തന്നെയാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ നടക്കാനുള്ള സാധ്യതയുണ്ടാകുന്നത്. കോവളം സീറ്റിൽ ഭഗത് റൂഫസ് തന്നെയാണ് കോവളത്ത് സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാവുകയാണ്. തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വി അരുൺ ചേരുന്നുണ്ട്. അരുൺ, കോവളത്ത് ഭഗത് റൂഫസ് തന്നെയെന്ന് വ്യക്തമാക്കപ്പെടുന്നു. അതേസമയം മറ്റിടങ്ങളിലെ സാധ്യത എന്താ വലിയൊരു ചോദ്യം കൂടി ഉയരുകയാണ്. കാരണം ആന്റണി രാജുവിന് പകരം ആര് എന്നതാണല്ലോ കുഴയ്ക്കുന്ന ഒരു വിഷയം. കാരണം സിറ്റിംഗ് സീറ്റാണ് കോവളം. UDFൻ്റെ സിറ്റിംഗ് സീറ്റാണ്. പക്ഷേ തിരുവനന്തപുരം സിറ്റിംഗ് സീറ്റാണ്. അത് കൈമോശം വരിക, സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തിലൂടെ മോശം സ്ഥാനാർത്ഥിയിലൂടെ അത് കൈമോശം വരാനും പാടില്ല. അവിടെ ലത്തീൻ സഭ നിർണായകമായൊരു ശക്തിയാണ്. തിരുവനന്തപുരത്ത് തീരദേശ മേഖലകൾക്ക് ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലമാണ്. അവിടെ UDFൻ്റെ സ്ഥാനാർത്ഥിയായി CP ജോൺ ആയിരിക്കും എത്തുക. അപ്പോൾ ഇത്തവണ തിരുവനന്തപുരത്ത് ആരായിരിക്കും ഇടതുമുന്നണി സ്ഥാനാർത്ഥി എന്നത് നിർണായകമാണ്. ഒപ്പം BJPക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ വോട്ട് വർധനമുണ്ടായ ഇടമാണ്. ഇങ്ങനെ പല ഫാക്ടറുകളുണ്ട്. VS ശിവകുമാർ പ്രതീക്ഷിച്ച മണ്ഡലമാണ്. അപ്പോൾ കോൺഗ്രസിനും ആശങ്കകളുള്ള സ്ഥലമാണ്. ഇടതുമുന്നണിക്ക് മികച്ച സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ആ സീറ്റ് നിലനിർത്താനാകുമോ എന്ന ആശങ്കയുമുണ്ട് തിരുവനന്തപുരത്ത്. CPMൻ്റെ താല്പര്യം കൂടി പരിഗണിച്ചുകൊണ്ടുള്ളൊരു പ്രഖ്യാപനത്തിലേക്ക് ഒരുപക്ഷെ കടന്നേക്കാം. ഭഗത് റൂഫസ് തന്നെ കോവളത്ത് സ്ഥാനാർത്ഥി എന്ന കാര്യം ഉറപ്പിക്കുകയാണ്. കോവളത്ത് ജനതാദളിൻ്റെ ഇരു വിഭാഗങ്ങൾക്കുമായി ആർക്ക് എന്നതിൽ തർക്കം നിലനിന്ന ഇടമാണ്. എന്തായാലും അവിടെ ഭഗത് റൂഫസ് തന്നെ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിലേക്ക് ധാരണയുണ്ടാവുകയാണ്. മുമ്പ് ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന ഭഗത് റൂഫസ് തന്നെ അവിടെ സ്ഥാനാർത്ഥിയായി വരും. ആ നീക്കമാണിപ്പോൾ ഉണ്ടാകുന്നത്. വി അരുൺ ചേരുന്നു. അരുൺ, കോവളത്ത് ഭഗത് റൂഫസ് തന്നെ എന്ന് ഉറപ്പിക്കുന്നു. പക്ഷേ തിരുവനന്തപുരത്ത് എന്താകുമെന്ന ചോദ്യമുണ്ട്. എന്താണ് ഭഗത് റൂഫസ് തന്നെ ഉറപ്പിക്കുന്നതിൻ്റെ കാരണം? ഇത് മുന്നണിയിൽ പൊതുധാരണയായി കഴിഞ്ഞു. കോവളത്ത് തീരുമാനമായിരിക്കുന്നു. കോവളത്ത് CPM ഇടതുമുന്നണി സ്വതന്ത്ര സ്ഥാനാർത്ഥി ഭഗത് റൂഫസ് മത്സരിക്കും. നേരത്തെ RJDയുടെ നേതാവായിരുന്നു ഭഗത്. പിന്നീട് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദളിലേക്ക് പാർട്ടി മാറിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇടതുമുന്നണി സ്വതന്ത്രനായിട്ട് അവിടെ ഭഗതിനെ പരിഗണിക്കാനാണ് CPMൻ്റെ തീരുമാനം. CPMൻ്റെ സ്വതന്ത്രനല്ല, ഇടതുമുന്നണി സ്വതന്ത്രൻ തന്നെ മത്സരിക്കും. RJDയും ISTDയും തമ്മിൽ തർക്കത്തെ തുടർന്നാണ് രണ്ടുപേർക്കും ആ സീറ്റ് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് അത്തരമൊരു തീരുമാനത്തേക്ക് CPM എത്തുന്നത്. ഭഗത്തിന് അവിടെ വിജയസാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തൽ. നേരത്തെ കോവളം മണ്ഡലത്തിൽപ്പെട്ട ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഡിവിഷൻ്റെ പ്രതിനിധിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവും ആ മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട നേതാവാണ് റൂഫസ് ഡാനിയൽ. അതുകൊണ്ട് തന്നെ ആ വ്യക്തിബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ഉപയോഗിച്ചാൽ അവിടെ ആ കോവളം സീറ്റ് തവണ പിടിച്ചെടുക്കാം എന്ന പ്രതീക്ഷയാണ് ഇടതുമുന്നണിക്കുള്ളത്. അങ്ങനെയാണ് അവിടെ ഭഗത് റൂഫസിനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിക്കുന്നത്. ഇന്നോ നാളെയോ പ്രഖ്യാപനമുണ്ടാകും. പക്ഷേ തിരുവനന്തപുരം സെൻട്രലിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. ആന്റണി രാജുവിന് മത്സരിക്കാൻ കഴിയില്ല. ആന്റണി രാജു പകരക്കാരനെ ഇടതുമുന്നണി കണ്ടുവച്ചിരുന്നുമില്ല. അവരുടെ പാർട്ടി ജനാധിപത്യ കേരള കോൺഗ്രസും പകരം സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിരുന്നില്ല. ഏതായാലും ആന്റണി രാജു 4 പേരുകൾ ഇന്നലെ തന്നെ CPM നേതൃത്വത്തെ അറിയിച്ചിരുന്നു. പക്ഷേ 4 പേരുകളും വിജയസാധ്യത ഇല്ലാത്ത പറഞ്ഞ് CPM തള്ളിക്കളഞ്ഞിട്ടുണ്ട്. CPM ആ സീറ്റ് ഏറ്റെടുക്കില്ല. ഘടകകക്ഷികൾക്ക് നൽകിയ ഒരു സീറ്റും CPMൻ്റെ സ്ഥാനാർത്ഥികളെയോ അല്ലെങ്കിൽ CPM സ്വതന്ത്രയെ മത്സരിപ്പിക്കേണ്ടതാണ് തീരുമാനം. അതുകൊണ്ട് തന്നെ ജനാധിപത്യ കേരള കോൺഗ്രസിന് വിജയസാധ്യതയുള്ള സ്ഥാനം നിർദ്ദേശിക്കാൻ വീണ്ടും CPM നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അവിടെ ചർച്ച തുടരുകയാണ്. വിജയസാധ്യതയുള്ള സ്ഥാനത്തെ കണ്ടെത്തിയാൽ ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ ലേബലിൽ തന്നെ അവിടെ മത്സരിപ്പിച്ചേക്കും. ആ രീതിയിലാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത്. പക്ഷേ വിജയസാധ്യതയുള്ള സ്ഥാനത്തെ കണ്ടെത്താൻ ഇതുവരെയും ജനാധിപത്യ കേരള കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തെ ആശയക്കുഴപ്പത്തിൽ തുടരാനുള്ള കാരണം. അരുണ്, ഈ കോവളത്തെ അപേക്ഷിച്ച് തിരുവനന്തപുരം മണ്ഡലം എന്ന് പറയുന്നത് സിറ്റിംഗ് സീറ്റാണ്. അവിടെ BJP ഫാക്ടറാണ്. ഇത്തവണ UDF അത്
അവരുടെ ഘടകകക്ഷി CMPക്ക് മാറ്റിവെച്ചിരിക്കുന്ന സീറ്റാണ്. അപ്പോൾ മികച്ച ഒരു സ്ഥാനാർത്ഥി അവിടെ കളത്തിലിറങ്ങണം എന്നൊരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ. ആദ്യം ആന്റണി രാജുവിന് പകരം CPMന്റെ ചില മുതിർന്ന നേതാക്കളെ പരിഗണിക്കുന്നു എന്ന സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത്തരമൊരു തീരുമാനത്തിലേക്ക് പോകാൻ സാധ്യതയില്ല. അതിൽ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ താല്പര്യം പരിഗണിച്ചുകൊണ്ട് മാത്രമായിരിക്കുമോ CPMന്റെയും തീരുമാനം? അങ്ങനെ തന്നെയാകും. കാരണം ഇത്തവണ CPM പൊതുവിലെടുത്ത തീരുമാനമുണ്ട്. 86 സീറ്റുകളിലാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത്. അതേ സീറ്റുകളിൽ ഇത്തവണയും മത്സരിക്കും. 75 പാർട്ടി സ്ഥാനാർത്ഥികളും 11 പൊതു സ്വതന്ത്രരും. അതിനപ്പുറത്തേക്ക് ഒരു ഘടകകക്ഷിയുടെ സീറ്റ് ഏറ്റെടുക്കില്ല എന്നൊരു തീരുമാനം CPM നേതൃത്വം സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്തിരുന്നു. അതിന് കാരണം അങ്ങനെ എടുത്താൽ മറ്റ് ഘടകകക്ഷികളും അവകാശവാദം ഉന്നയിക്കും. CPIക്ക് 25 സീറ്റാണുള്ളത്. അവർ അധിക സീറ്റ് ആവശ്യപ്പെടും. കേരള കോൺഗ്രസ് എമ്മിനാകട്ടെ കഴിഞ്ഞ തവണ നൽകിയ 13 എന്നത് അവസാനം കുറ്റിയാടി CPM എടുക്കുമ്പോൾ 12 മാറിയിരുന്നു. അവരൊരു സീറ്റിന് വേണ്ടി വലിയ ശക്തമായ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. RJDക്ക് 3 സീറ്റ് കുറവെന്നവർ പറയുന്നു. അതുപോലെ തന്നെയാണ് ISJDക്കും. അവർ 4 സീറ്റിൽ നിന്ന് 3ലേക്ക് ചുരുങ്ങുകയാണ്. പക്ഷേ അതും CPM ആ സീറ്റ് ഏതെങ്കിലും ഒന്ന് എടുത്താൽ മറ്റു ഘടകകക്ഷികൾക്കും അത്തരം ഒരു അവകാശം ഉന്നയിക്കാൻ അവസരം വരും. അതുകൊണ്ട് CPM എന്ന നിലയിൽ ഒരു സീറ്റ് ഏറ്റെടുക്കില്ല എന്ന ധാരണയായിരുന്നു. അതുകൊണ്ടാണ് തോമസ് ഐസക്കിനെ പോലുള്ള പ്രധാന നേതാക്കളുടെ പേര് ജില്ലാ ഘടകം മുന്നോട്ട് വെച്ചിട്ടും തിരുവനന്തപുരം സെൻട്രൽ ഏറ്റെടുക്കാൻ CPM മടിച്ചത്. ഇപ്പോഴും അതേ നിലപാട് തന്നെയാണ്. മുഖ്യമന്ത്രി അടക്കമുള്ള അതേ നിലപാട് ജില്ലാ ഘടകത്തെ അറിയിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതുകൊണ്ട് CPM ഈ സീറ്റ് ഏറ്റെടുക്കില്ല. പകരം വിജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി ജനാധിപത്യ കേരള കോൺഗ്രസ് നിശ്ചയിക്കണം. CPM പൊതുവിൽ ഒരു ദുർബല സ്ഥാനാർത്ഥിയായി മാറുമെന്നൊരു പ്രതീക്ഷയാണ് CPM ഇടത് കേന്ദ്രങ്ങൾക്കുള്ളത്. അങ്ങനെയെങ്കിൽ ആ സീറ്റ് നിലനിർത്തുക അനായാസമാകും. BJPയുടെ ശക്തമായ ഒരു മത്സരം അവിടെ ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ ത്രികോണ മത്സരം വരുമ്പോൾ തിരുവനന്തപുരം സെൻട്രൽ ഇത്തവണ നിലനിർത്താനാകുമെന്ന പ്രതീക്ഷയാണ് CPMനുള്ളത്. അതിന് തക്ക ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനാണ് ജനാധിപത്യ കേരള കോൺഗ്രസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. യെസ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇടതുമുന്നണി സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ നടത്തി മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോഴും തിരുവനന്തപുരത്തെ 2 മണ്ഡലങ്ങളിൽ ആശയക്കുഴപ്പം തുടരുന്നുണ്ടായിരുന്നു. അതിലൊരു വ്യക്തത ഇന്ന് തന്നെ ഉണ്ടാവുമെന്ന് കരുതാം. അതാണ് ഇതിൻ്റെ രാഷ്ട്രീയം. എന്തായാലും ഇടതുമുന്നണിയിലെ ആലോചനകൾ ഇങ്ങനെയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.